ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല സംബന്ധിച്ച് പുതിയ ചില വിവരങ്ങൾ പുറത്തു വന്നത് അഫാൻ എന്ന പ്രതിയുടെ ഉമ്മ ബോധാവസ്ഥയിലേക്ക് പൂർണ്ണമായും തിരിച്ചു വന്ന ശേഷം നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് അഫാൻ ഒരു മൊബൈൽ ആപ്പിൽ നിന്നും 1 ലക്ഷം രൂപ വരെ ലോൺ എടുത്തിരുന്നു എന്നുള്ള വിവരം. പേഴ്സണൽ ലോൺ എന്ന നിലയിലാണ് ഈ ലോൺ ആ മൊബൈൽ ആപ്പിൽ നിന്നും എടുത്തിരുന്നത്. ആ സംഭവം നടക്കുന്ന ദിവസത്തിന്റെ തലേന്ന് ഈ ആപ്പിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ അഫാനെ ഫോണിൽ വിളിച്ചിരുന്നു. 2 പ്രാവശ്യമാണ് അഫാനെ അവർ ഫോണിൽ വിളിച്ചത്. നിങ്ങൾക്ക് മുടക്കം വന്നിട്ടുണ്ട്, മുമ്പ് കൃത്യമായും ദിനം പ്രതി 2000 രൂപ വെച്ച് നിങ്ങൾ തിരിച്ചടച്ചെങ്കിലും കുറച്ച് നാളുകളായി മുടക്കം വന്നിരിക്കുകയാണ്. നാളെ കൃത്യമായും 2000 രൂപ അടയ്ക്കാത്ത പക്ഷം നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ആൾക്കാർ എത്തി പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് അഫാന് ഈ ആപ്പുകാർ നൽകിയത്. ഇതിനെ തുടർന്ന് അഫാൻ വളരെ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് അഫാന്റെ മാതാവ് ഷെമി ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. അഫാൻ രാവിലെയും വൈകുന്നേരവും ഉൾപ്പെടെ ഒരു ദിവസത്തെ പല സമയങ്ങളിലും മൊബൈലിൽ ആയിരുന്നു ഏർപ്പെട്ടിരുന്നത് എന്നും അവർ പറയുന്നു. ഗെയിം കളിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയവും അഫാൻ മൊബൈൽ കൈവശം വച്ചിരുന്നു. ഈ മൊബൈൽ ആപ്പ് വഴിയാണ് അദ്ദേഹം ഈ പേഴ്സണൽ ലോൺ എടുത്തത്. പേഴ്സണൽ ലോൺ എടുത്ത വിവരം ഷെമിയോട് അഫാൻ പറഞ്ഞിരുന്നു. ഷെമി പറയുന്നത്, എല്ലാ കാര്യവും അഫാൻ എന്നോട് പറയാറുണ്ട്, ഒന്നും ഒളിച്ചു വെക്കാറില്ല എന്നുള്ളതാണ്. ഈ ലോൺ അനുവദിച്ചപ്പോൾ തന്നെ പലിശ ഇനത്തിൽ ഒരു തുക അവർ പിടിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ദിനം പ്രതി 2000 രൂപയാണ് തിരിച്ചടക്കേണ്ടി ഇരുന്നത്. ഈ 2000 രൂപ അടയ്ക്കുന്നതിൽ മുടക്കം വന്നതുകൊണ്ടാണ് ഈ ആപ്പിന്റെ അധികൃതരിൽ നിന്നും ഭീഷണി വന്നത്. അന്ന് രാവിലെ ഷെമി ഗത്യന്തരമില്ലാതെ തൊട്ട് അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി 2000 രൂപ കടമായി ചോദിച്ചിരുന്നു. അവരുടെ കൈവശം തുക ഇല്ലാത്തതുകൊണ്ട് കൊടുത്തില്ല. മുൻപും ഷെമി ഇതുപോലെ ആ വീട്ടിൽ പോയി കടം വാങ്ങിയിരുന്നു. കൃത്യമായും ഷെമി തിരിച്ചു കൊടുക്കുന്ന ആളായതുകൊണ്ട് ഈ സ്ത്രീക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും പണം കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് തുക കൊടുക്കാതിരുന്നത്. അന്നത്തെ ദിവസം ഈ മൊബൈൽ ആപ്പുകാരുടെ സമ്മർദ്ദം നേരിട്ടുണ്ടാകുമെന്ന് അഫാൻ ഭയപ്പെട്ടിരുന്നു. കൂടാതെ നേരത്തെ തന്നെ കടം വാങ്ങിയിട്ടുള്ള ചില ആളുകൾ, ബന്ധുക്കളുടെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഷെമിയുടെ അനുജത്തിയുടെ പക്കൽ നിന്നായിരുന്നു. അവരിൽ നിന്നും വാങ്ങിയ തുകയിൽ 75,000 രൂപ തിരിച്ച് അവർ പലവട്ടം ചോദിച്ചെങ്കിലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കൊലപാതകം നടന്ന ദിവസം അവർ നേരിട്ട് വീട്ടിൽ വരും എന്ന് തലേ ദിവസം തന്നെ പറഞ്ഞ് അവരും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ തുകകളെല്ലാം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് 50,000 രൂപ കടം ചോദിച്ചുകൊണ്ട് ഷെമി തൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് പോയത്. അവരും പണം കൊടുക്കാതെ തിരിച്ചയച്ചു. ഇൻസൾട്ടിങ്ങും അതിൻ്റെ കൂടെ അവർക്ക് കിട്ടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയും 10,000 രൂപയെങ്കിലും തരണം എന്ന് ഷെമി അനുജത്തിയെ വിളിച്ച് ചോദിച്ചെങ്കിലും അവർ കൊടുത്തില്ല. പലിശയ്ക്കാണ് ആ തുക ചോദിച്ചത്. പക്ഷേ മുൻപും ഇവരിൽ നിന്നും പലിശ വാങ്ങിയിരുന്ന ഈ സഹോദരി ഇപ്രാവശ്യം അവർക്ക് തുക കൊടുക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ഉമ്മയെയും മകനെയും പരിഹസിച്ചു വിടുകയും ചെയ്തു. ഇതുകൂടാതെയാണ് ഈ സെൻട്രൽ ബാങ്ക് വെഞ്ഞാറമൂട് ശാഖയിൽ നിന്നും എടുത്ത ലോൺ തുക തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം വന്നത്. ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജരും ഉദ്യോഗസ്ഥരും
കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ അഫാന്റെ വീട്ടിലെത്തി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അഫാൻ യവരുമായി തർക്കിക്കുകയും ചെയ്തതായി ഇപ്പോൾ ഷെമി വെളിപ്പെടുത്തുന്നു. അതായത് കൊലപാതകം നടക്കുന്നതിന്റെ തലേന്നും അന്നുമായി സാമ്പത്തികപരമായ നിരവധി പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും ആ വീട്ടിലുള്ളവർ ശരിക്കും ഫേസ് ചെയ്തിരുന്നു. അഫാൻ ഈ സാമ്പത്തിക പ്രതിസന്ധി ആ ദിവസം ഉണ്ടാകുന്നതിനെ കുറിച്ച് അയാൾ വളരെ ഭയാശങ്ക അയാൾക്കുണ്ടായിരുന്നു എന്ന് ഷെമി പറയുന്നുമുണ്ട്. അങ്ങനെ എല്ലാ വശത്തു നിന്നുകൊണ്ടുള്ള സാമ്പത്തികപരമായ സമ്മർദ്ദം വന്നപ്പോൾ ഈ ചെറുപ്പക്കാരന് പിടിച്ചു നിൽക്കാനുള്ള മാനസിക ധൈര്യം ഇല്ലാതെ പോയി. ഗൾഫിൽ പിതാവ് ജയിലിലാണ്, നാട്ടിൽ ചുറ്റുവട്ടവും കടക്കണിയാണ്. കടം പോലും തരാനാകാത്ത വിധം ആളുകൾ അകന്നു പോകുന്നു. നിൽക്കക്കള്ളി ഇല്ലാതെ ഇനി മരണത്തിലേക്ക് തന്നെ പോകുന്നതാണ് അഭികാമ്യം എന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചിരിക്കണം. കാരണം സെൻട്രൽ ബാങ്കിന്റെ സമ്മർദ്ദം ഈ കൊലപാതകം നടന്ന ദിവസം ഉണ്ടാകാനുള്ള സാധ്യത, 2 മൊബൈൽ ആപ്പുകാരുടെ സമ്മർദ്ദം അന്ന് രാവിലെ ഉണ്ടാകാനുള്ള സാധ്യത, 3 ഷെമിയുടെ സഹോദരന്റെ ഭാര്യ അന്നേ ദിവസം പണത്തിനായി എത്തുമെന്നുള്ള സമ്മർദ്ദം, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടാൻ കഴിയില്ല എന്നു തന്നെ ഈ അഫാൻ ഭയപ്പെട്ടിരിക്കണം. ഉമ്മയാണ് കുടുംബനാഥ എങ്കിലും പിതാവ് ഗൾഫിൽ നിന്നും വരാൻ കഴിയാത്ത വിധം ജയിലിലായപ്പോൾ അഫാൻ കുടുംബനാഥന്റെ സ്ഥാനത്തേക്ക് സ്വയം അവരോധിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്നാലും അയാൾ വളരെ കാലം പിടിച്ചു നിന്നു എന്ന് തന്നെ പറയണം. സ്വന്തം നിലയിൽ അയാൾ ജോലിക്ക് പോയിരുന്നു. കഴക്കൂട്ടത്ത് ഒരു കാറ്ററിംഗ് സർവീസിൽ ഈ അഫാൻ ജോലി ചെയ്തിരുന്നു. പിന്നീടാണ് അവിടെ വിട്ടു പോയത്. പിന്നീട് മറ്റൊരിടത്തും അയാൾക്ക് ജോലി കിട്ടാത്തത് കൊണ്ടാണോ അയാൾ പോകാത്തത് കൊണ്ടാണോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ജോലി ഇല്ലാതെയും വരുമാനമില്ലാതെയും ഒരു കുടുംബം 7 വർഷമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഗൾഫിലുള്ള റഹീമിന്റെ വരുമാനം ഒന്നും വരാത്ത സാഹചര്യത്തിൽ അവർക്ക് കടം വാങ്ങുകയല്ലാതെ മറ്റ് നിവർത്തിയില്ലാതെ വന്നു. അഫാൻ ഈ ലോൺ എടുത്ത മൊബൈൽ ആപ്പ് ഏതാണ് എന്നുകൂടി നിങ്ങൾ അറിയണം. എം ആപ്പ് എന്നാണ് ഈ മൊബൈൽ ആപ്പിന്റെ പേര്. അത് ഷെമി വ്യക്തമായി പറയുന്നുണ്ട്. അഫാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള അറിവ് വെച്ചാണ് ഷെമി അത് പറയുന്നത്. എം ആപ്പ് എന്ന് പറയുന്ന ഓൺലൈൻ മൊബൈൽ ആപ്പിൽ നിന്നാണ് അഫാൻ തുക കടമായി എടുത്തത്. ഇത്തരം മൊബൈൽ ആപ്പുകൾ 1 ലക്ഷം രൂപ വരെ കൊടുക്കും. ആദ്യമേ തന്നെ അവർ പലിശ ഈടാക്കും. തുടർന്ന് പ്രതിദിനം അവർ അവരുടെ തുക തിരിച്ചു വാങ്ങുകയും ചെയ്യും. പ്രതിദിനം എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 1000-2000 രൂപയാണ് പ്രതിദിനം അഫാൻ നൽകേണ്ടി ഇരുന്നത്. ഇത് പതിവായി നൽകിയിരുന്നു. അത് നൽകുന്നതിനാണ് പലരിൽ നിന്നും പലവട്ടം കടം വാങ്ങിയതും. ഇങ്ങനെ ഈ തുക തിരിച്ച് നൽകാൻ കുറച്ച് താമസം നേരിട്ടപ്പോൾ ഈ എം ആപ്പിന്റെ അധികൃതർ അഫാനെ വിളിച്ച് ശരിക്കും ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കണം. ഇത് സ്വാഭാവികമായും ഈ മൊബൈൽ ആപ്പുകാർ തുക നൽകുമ്പോൾ ചെയ്യുന്ന ഒരു പ്രക്രിയ ആണ്. അവർ തുകയിൽ മുടക്കം വരുത്തുന്നവരെയെല്ലാം ഇതുപോലെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മൊബൈൽ ആപ്പ് വഴി തുക എടുക്കുന്നതിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ തയ്യാറാവുന്നത് ഈ ആധാർ എന്ന് പറയുന്ന ഒറ്റ രേഖ കൊടുത്താൽ മതിയാകും. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് അവർ ലോൺ നൽകുന്നത്. തിരിച്ച് നൽകാതെ വരുമ്പോൾ അവർ ഈ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള മോർഫിൻ പരിപാടികൾ വരെ നടത്താറുണ്ട്. ഈ മോർഫിങ്ങിലൂടെ ഈ കുട്ടികളെയും മറ്റ് പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ചില മോശപ്പെട്ട മെസ്സേജുകൾ
അവരുടെ കോണ്ടാക്റ്റിലുള്ള എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സ്വന്തം കാമുകിമാരുടെ മുമ്പിൽ പോലും തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥ പല ചെറുപ്പക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് കാരണം കാമുകിയുടെ മുമ്പിലെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ കൃത്യമായും തുക എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തിരിച്ച് അടയ്ക്കാറുമുണ്ട്. അഫാൻ അങ്ങനെ പല കൂട്ടുകാരിൽ നിന്നൊക്കെ പലപ്പോഴും തുക വാങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ ഉമ്മുമ്മയെ കൊലപ്പെടുത്തി അവരുടെ കഴുത്തിൽ നിന്നും പിടിച്ചു പറിച്ച ആഭരണം പണയം വെച്ച് തുക എടുത്തപ്പോൾ ആദ്യം ഒരു കൂട്ടുകാരനാണ് തുക ഈ ഓൺലൈനായി അയച്ചു കൊടുത്തത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം സാമ്പത്തിക സമ്മർദ്ദം തന്നെയാണ് ഈ ചെറുപ്പക്കാരനെ ഈ പാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ വെഞ്ഞാറമൂട് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.